പെന്തക്കോസ്ത് എന്ന് പറയുന്ന വിശ്വാസം ഒരു അതിതീവ്ര വർഗീയ പ്രസ്ഥാനം തന്നെയാണ്. പലപ്പോഴും ഞാൻ ആലോചിച്ചിട്ടുള്ള ഈ സ്റ്റോക്ക്ഹോമിൽ മെയിൻ ഒരു സ്ട്രീറ്റ് ഉണ്ട്. ആ ഒരു സ്ട്രീറ്റിൽ പോയിട്ട് കഴുത്തിലൂടെ ഒരു പ്ലക്കാർഡ് ഇട്ടിട്ട് എൻ്റെ മരണത്തിന് കാരണം പെന്തക്കോസ്താണ്. എക്സ് മുസ്ലിം ആയവർക്കും ഈ ഒരു പെന്തക്കോസ്ത് വിശ്വാസം വിട്ടവർക്കും സമാനമായ ടോർച്ചറാണ് ജീവിതത്തിൽ അനുഭവിക്കേണ്ടി വരുന്നത്. അപ്പോൾ എൻ്റെ പാർട്ട്ണറിനെ ഞാൻ കണ്ടുമുട്ടിയതിൻ്റെ പിന്നിൽ മൈത്രേൻ്റെ കറുത്ത കരങ്ങളും ഉണ്ട് എന്നെനിക്കിവിടെ പറയേണ്ടതുണ്ട്. നമ്മൾ എപ്പോഴും പറയാറുണ്ട്, മരണത്തിനെ മുഖാമുഖം കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഒരു സാധനത്തിനോട് ഒരു പേടി കാണില്ല. ആ ഒരു ധൈര്യം, ഇന്ന് ഞാനിവിടെ നിൽക്കുന്നതും ഈ സംസാരിക്കുന്നതും ആ ധൈര്യത്തിൽ നിന്നാണ്. എൻ്റെ ജീവിതം എത്രത്തോളം ഈ ഒരു അന്ധമായ നശിച്ച വിശ്വാസം നശിപ്പിച്ചു എന്നതിൻ്റെയൊക്കെ റിയലൈസേഷൻ എനിക്ക് അവിടുന്ന് വരാൻ തുടങ്ങി. ഈ ഒരു വീഡിയോ കാണുന്നതിൽ പല വ്യക്തികളും ഇതേ സിറ്റുവേഷനിലൂടെ ഗോ ത്രൂ ചെയ്തവരായിരിക്കും, അല്ലെങ്കിൽ ഗോ ത്രൂ ചെയ്തുകൊണ്ടേയിരിക്കുന്നവരായിരിക്കും. പെന്തക്കോസ്ത് അന്ധവിശ്വാസത്തിൽ നിന്നും രക്ഷിക്കപ്പെട്ട ആളുകൾ എന്നെ കോൺടാക്ട് ചെയ്യുമ്പോൾ ഞാൻ അവരെ വളരെയധികം എൻകറേജ് ചെയ്യാറുണ്ട്. നിങ്ങൾക്ക് കഴിയുമെങ്കിൽ നിങ്ങളുടെ ആ ഒരു എക്സ്പീരിയൻസ് നിങ്ങൾ പബ്ലിക്കിലായി ഷെയർ ചെയ്യണമെന്ന് പറഞ്ഞിട്ട്. അതിൻ്റെ കാരണം ഇതിൽ ഇപ്പോഴും പെട്ടുകിടക്കുന്ന ഒട്ടനവധി ആളുകൾക്ക് അതേപോലുള്ളവരുടെ എക്സ്പീരിയൻസ് കേൾക്കുമ്പോൾ അതിൽ നിന്നും പുറത്തു വരാൻ ഒരു പ്രചോദനമാകും. അല്ലെങ്കിൽ അവരായിരിക്കുന്ന ആ ഒരവസ്ഥയിൽ അവർ ഒറ്റപ്പെട്ടിട്ടല്ല, ഒട്ടനവധി ആളുകൾ അവർക്ക് ചുറ്റും ഉണ്ട് എന്നൊരു ആശ്വാസം അവർക്ക് കിട്ടുവാൻ സഹായിക്കും. ഞാൻ മറ്റുള്ളവരെ ഇങ്ങനെ എൻകറേജ് ചെയ്യുമ്പോൾ തന്നെ ഇതുവരെയും ഞാൻ എൻ്റെ ഓൺ സ്റ്റോറി കംപ്ലീറ്റ്ലി എവിടെയും പബ്ലിക്കായിട്ട് പറഞ്ഞിട്ടില്ല. പലയിടത്തും ഞാൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ സംസാരിക്കാനായി ഞാൻ ഇപ്പോഴും റെഡി ആയിട്ടില്ല. ഏകദേശം 6-7 മാസത്തോളമായി ഞാൻ ഇവിടെ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ പെന്തക്കോസ്ത് അന്ധവിശ്വാസത്തിനെതിരെ സംസാരിച്ചു തുടങ്ങിയിട്ട്. അതിൽ നിന്നും ഞാൻ ഒട്ടനവധി ആളുകളെ, ഈ ഒരു പെന്തക്കോസ്ത് അന്ധവിശ്വാസം ഉപേക്ഷിച്ചവരെ, ഏറ്റവും കൂടുതലായി അങ്ങനെയുള്ളവരെയാണ് ഞാൻ കണ്ടുമുട്ടിയിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള ആളുകളുമായിട്ടുള്ള നിരന്തര കോൺവെർസേഷനിലൂടെ ഇപ്പോൾ ഞാൻ എൻ്റെ ഓൺ സ്റ്റോറി പറയുവാനുള്ള ഒരു സ്റ്റേജിലേക്ക് വന്നെത്തിയിരിക്കുകയാണ്. ഐ എം റെഡി ഫോർ ദാറ്റ്. ക്രിസ്ത്യാനിറ്റിയുടെ വൺ ഓഫ് ദ എക്സ്ട്രീം റൈറ്റ് വിങ് നിൽക്കുന്ന ഒരു വിശ്വാസമാണ് പെന്തക്കോസ്ത് എന്ന് പറയുന്നത്. ഏകദേശം നമുക്കൊരു തീവ്രവാദികൾ എന്ന് പെന്തക്കോസ്തുകാരെ വിളിക്കാൻ സാധിക്കും. അപ്പോൾ ക്രിസ്ത്യാനിറ്റിയുടെ എക്സ്ട്രീം റൈറ്റ് ആയിട്ട് നിൽക്കുന്ന പെന്തക്കോസ്തിലെ ഏറ്റവും എക്സ്ട്രീം റൈറ്റ് ആയിട്ടുള്ള TPM, ദ പെന്തക്കോസ്റ്റൽ മിഷൻ എന്ന് പറയുന്ന സഭയിലാണ് ഞാൻ ജനിച്ചു വളർന്നത് മുതൽ സൺഡേ സ്കൂളിൽ പോവുകയും, ഈ ഒരു സ്കൂളിൽ പോകുന്നതിന് മുൻപായി സൺഡേ സ്കൂളിൽ പോകുന്നതിലുള്ള പ്രശ്നങ്ങൾ ഞാൻ കൃത്യമായിട്ട് എൻ്റെ ആദ്യത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഒരു ചൈൽഡ്ഹുഡ് ഞാൻ അധികമായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നില്ല. എങ്ങനെയാണ് ഞാനിപ്പോൾ സംസാരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിയത്, അതിനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ് എന്നാണ് ഞാൻ അധികമായിട്ടും പറയുന്നത്. പെന്തക്കോസ്ത് എന്ന് പറയുന്ന വിശ്വാസം ഒരു അതിതീവ്ര വർഗീയ പ്രസ്ഥാനം തന്നെയാണ്. മറ്റൊന്നുമല്ല, ഒരു വർഗീയ പ്രസ്ഥാനം തന്നെയാണ്. കാരണം ഞാൻ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട്, ഇവരുടെ വിശ്വാസം എന്ന് പറയുന്നത് നമ്മൾ വിളിച്ചു വേർതിരിക്കപ്പെട്ട ദൈവജനമാണ്. അതിന് പുറത്ത് നിൽക്കുന്ന ഈവൻ മറ്റ് ക്രിസ്ത്യാനികൾ പോലും ജാതികളും പാപികളും സമുദായക്കാരും എന്ന രീതിയിൽ കാറ്റഗറൈസ് ചെയ്തിട്ട് കുട്ടിക്കാലം തൊട്ടേ, സൺഡേ സ്കൂൾ തൊട്ടേ നമ്മുടെ മനസ്സിൽ മറ്റുള്ള വിശ്വാസങ്ങളെ അല്ലെങ്കിൽ മറ്റുള്ള വിശ്വാസികളുടെ ദൈവങ്ങളെ സാത്താന്യവും പൈശാചികവുമായിട്ടൊക്കെയാണ് നമ്മളെ പറഞ്ഞ് പഠിപ്പിച്ച്, അങ്ങനെയാണ് നമ്മളെ ആ ഒരു കണ്ടീഷൻ ചെയ്ത് ഇവർ വളർത്തിയെടുക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ ഇവർ പ്രോപ്പറായിട്ട് ഐസൊലേറ്റ് ചെയ്യുന്നു. ഈ ഒരു വേർപാടിൻ്റെ ഉപദേശം എന്ന് പറഞ്ഞിട്ട് മറ്റുള്ള വിശ്വാസികളിൽ നിന്നും നമ്മൾ അകന്ന് ജീവിക്കണം. അതുകൊണ്ടാണ് പെന്തക്കോസ്ത് വിശ്വാസികളെ സമൂഹത്തിൽ എവിടെ കണ്ടാലും നമുക്ക് പെട്ടെന്ന് പോയിൻ്റ് ഔട്ട് ചെയ്യാൻ സാധിക്കുന്നത്. മാലയും കമ്മലും ഇടുന്നത് മാത്രമല്ലാതെ മറ്റ് വിശ്വാസികളിൽ നിന്നും കഴിയുന്നത്ര അകലം പാലിച്ചാണ് ഇവർ ജീവിക്കാറ്. അത് ഇവരുടെ വേർപാടിൻ്റെ ഉപദേശം കാരണം വന്നുകൂടുന്നൊരു പ്രശ്നമാണ്. അപ്പോൾ അങ്ങനെ ജീവിച്ചുകൊണ്ടിരുന്ന എൻ്റെ ജീവിതത്തിൽ കൃത്യമായ മാറ്റം വരുന്നത് എഞ്ചിനീയറിംഗ് പഠിക്കാനായി ഞാൻ തമിഴ്നാട്ടിൽ നാഗർകോവിലേക്ക് പോകുമ്പോഴാണ്. ഹോസ്റ്റലിൽ ഒരു 4 വർഷം നിന്ന് പഠിച്ചത് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ മാറ്റമുണ്ടാക്കിയൊരു സമയം തന്നെയായിരുന്നു. കാരണം ഹോസ്റ്റലിൽ നിൽക്കുമ്പോൾ ഈ ഒരു പെന്തക്കോസ്ത് വിശ്വാസികളിൽ മാത്രമല്ല അവിടെ ഉള്ളത്, ഒട്ടനവധി വിശ്വാസികൾ, ഹിന്ദുക്കളുണ്ട്, മുസ്ലിംസ് ഉണ്ട്, ഇങ്ങനെ പല പല തരത്തിലുള്ള വിശ്വാസികൾ നമ്മളുമായിട്ട് ഒരുമിച്ച് ജീവിക്കുവാനും അവരുമായിട്ട് സമയം പങ്കിടുവാനും നമുക്കൊരു അവസരം കിട്ടും. ആ ഒരു സമയത്ത് നമ്മൾ വ്യത്യസ്തമായ കോൺവെർസേഷനിൽ ഇടപെടുകയും, അതിൽ മതം വരും, ജാതി, രാഷ്ട്രീയം, അങ്ങനെ വേണ്ട ഏതെല്ലാം ടോപ്പിക്ക് വേണമെങ്കിലും നമ്മളവിടെ സംസാരിക്കപ്പെടും. അപ്പോൾ അവിടെ ഇങ്ങനെയുള്ള കോൺവെർസേഷൻസിലൊക്കെ എൻഗേജ്ഡ് ആയി തുടങ്ങിയപ്പോൾ എൻ്റെ ചിന്താരീതിക്ക് വിപരീതമായിട്ടാണ്, ഇവർ നമ്മളെ പറഞ്ഞ് പഠിപ്പിച്ചതുപോലെ അല്ല മറ്റ് മതസ്ഥരൊക്കെ ഇങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള ആളുകളുമായിട്ട്, വ്യത്യസ്ത ചിന്താരീതിയിലുള്ള വ്യത്യസ്ത മതങ്ങൾ ഫോളോ ചെയ്യുന്ന ആളുകളുമായിട്ടുള്ള കോൺവെർസേഷൻ വന്നതുവഴി എനിക്ക് കൃത്യമായിട്ട് മനസ്സിലായത്, നമ്മളെ പറഞ്ഞ് പഠിപ്പിച്ചിരിക്കുന്നത് പോലെയല്ല, ഈ ഒരു പെന്തക്കോസ്തുകാരെ പറഞ്ഞ് പഠിപ്പിച്ചതുപോലെ അല്ല പുറത്തുള്ള മനുഷ്യർ. അവരത്ര മോശപ്പെട്ട വ്യക്തികളൊന്നുമല്ല. അവർ നമ്മളെ പോലെ തന്നെ സാധാരണ മനുഷ്യർ. പലപ്പോഴും എന്ന് പറയാൻ പറ്റത്തില്ല, ഒട്ടുമിക്ക സമയത്തും എനിക്ക് പെന്തക്കോസ്തുകാരെക്കാൾ ഏറ്റവും മെച്ചപ്പെട്ട രീതിയിലാണ് അവർ ജീവിക്കുന്നത്. അവരുടെ മൊറാലിറ്റിയും അവരുടെ സോഷ്യൽ വാല്യൂസും ഒക്കെ ഈ പെന്തക്കോസ്തുകാർക്കും വളരെ മുകളിലായിട്ടാണ് എനിക്ക് എപ്പോഴും കാണാൻ സാധിച്ചത്.
അപ്പോൾ ഹോസ്റ്റൽ ലൈഫിലൂടെ ഇത്രയും നാൾ ഐസൊലേറ്റഡ് ആയിട്ട് ജീവിച്ചിരുന്ന ഒരു വ്യക്തിക്ക് വലിയ രീതിയിലൊരു എക്സ്പോഷർ കിട്ടുകയാണ്. അതുമാത്രമല്ലാതെ ആ ഒരു സമയത്ത് ഏറ്റവും അനുഗ്രഹീതമായി സംഭവിച്ചൊരു കാര്യം എന്ന് പറയുന്നത് അംബാനി ജിയോ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയുണ്ടായി. അപ്പോൾ ഇൻ്റർനെറ്റൊക്കെ വളരെ സുലഭമായി നമുക്ക് ലക്ഷറീസ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സ്റ്റേജിലേക്ക് എത്തി. ഏകദേശം +2 ആയ സമയത്ത് ആ ഒരു സമയം വരെ എനിക്കൊരു UDF അനുഭവം ഒക്കെ ആയിരുന്നു ഈ ഒരു കോൺഗ്രസ് പാർട്ടിയോട്. കാരണം സ്വാഭാവികമായും ഒരു ക്രിസ്ത്യൻ കുടുംബത്തിൽ ജീവിച്ചു വളരുന്ന വ്യക്തിക്ക് ഏറ്റവും കൂടുതൽ സാധ്യത ഒരു UDF അനുഭവം വരാനാണ്. എൻ്റെ ഫാമിലി അതായിരുന്നതുകൊണ്ട് ഞാനും അതായി മാറി. പക്ഷേ ഈ ഒരു സമത്വം, സാഹോദര്യം അങ്ങനെയുള്ള കാര്യമൊക്കെ കേട്ടപ്പോൾ നമ്മുടെ ആ ഒരു ചെറുപ്പകാലത്ത് നിൽക്കുന്നതിൻ്റെ തിളപ്പിൽ കൂടി എനിക്ക് ആ ഒരു കമ്മ്യൂണിസം എന്ന ഐഡിയോളജിയോട് ഒരു അധിനിവേശം തോന്നിയിരുന്നു. അതിൻ്റെ ബാക്കി പത്രമായി ഈ ഒരു ഹോസ്റ്റലിൽ എത്തിയപ്പോൾ എന്നോടൊരു RSSകാരൻ, ഇപ്പോഴും കൃത്യമായിട്ടും എനിക്കത് ഓർമ്മയുണ്ട്, പുള്ളിക്കാരൻ എന്നോട് ചോദിച്ചു, എടാ നീ മാർക്സിസ്റ്റാണ്. അന്നേരം നമ്മൾ കമ്മ്യൂണിസം ഒക്കെ ഇങ്ങനെ പറഞ്ഞു നടക്കുന്ന സമയമാണ്. അന്നേരം പുള്ളി ചോദിച്ചു, എടാ നീ മാർക്സിസ്റ്റാണോ? നമ്മളന്നേരം CPIM എന്നൊക്കെ കേട്ടോ, ഞാൻ മാർക്സിസ്റ്റ് ആണെന്ന് പറഞ്ഞു. പക്ഷേ മാർക്സിസം എന്താണെന്ന് എനിക്ക് കൃത്യമായിട്ട് അന്ന് വലിയ ധാരണയൊന്നുമില്ല. അപ്പോൾ മാർക്സിസം എന്താണെന്ന് അറിയാനായിട്ട് ഞാനിങ്ങനെ ഇൻ്റർനെറ്റിലൊക്കെ കയറി കാര്യമായിട്ട് മാർക്സിസത്തിനെ കുറിച്ചൊക്കെ വായിച്ചു തുടങ്ങി. അപ്പോൾ ഈ മാർക്സിസം പഠിക്കുമ്പോൾ അതിൽ കൃത്യമായിട്ടും ഏത്തീസത്തിനും വലിയൊരു പങ്ക് വരും. അങ്ങനെ ഏത്തീസം എന്നൊരു ഐഡിയയും നമ്മൾ കൃത്യമായിട്ട് കേൾക്കാൻ തുടങ്ങി. നമ്മൾ കുട്ടിക്കാലം തൊട്ടേ നമ്മളെ പഠിപ്പിച്ചു വെച്ചിരിക്കുന്നത് ദൈവമില്ല എന്നും ഉടൻ തൻ്റെ ഹൃദയത്തിൽ പറയുന്നു. അപ്പോൾ ദൈവമില്ലാത്തവരൊന്നും ഞാൻ കണ്ടിട്ട് പോലുമില്ല എൻ്റെ ഒരു കുട്ടിക്കാലത്തൊക്കെ. വളരെ ചെറിയൊരു വില്ലേജിലാണ് ഞാൻ ജീവിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ദൈവമില്ലാത്തവരെയൊക്കെ ഞാൻ കണ്ടിട്ടേ ഇല്ല. പക്ഷേ നമ്മളെ പറഞ്ഞ് പഠിപ്പിച്ചിരിക്കുന്നത് ഈ ദൈവമില്ല എന്ന് വിശ്വസിക്കുന്നവരൊക്കെ അമ്മപങ്ങളെ തിരിച്ചറിയാത്ത, വൃത്തികെട്ട, മൊറാലിറ്റി തൊട്ട് തീണ്ടിയിട്ടില്ലാത്ത ആളുകളാണെന്നൊക്കെയാണ്. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഈ ഒരു ഏത്തീസം എന്ന ഐഡിയോളജിയിലേക്കൊക്കെ നോക്കാൻ തുടങ്ങിയത്. പിന്നീട് പല വീഡിയോസ് കാണാൻ തുടങ്ങി. സോഷ്യൽ മീഡിയയിൽ ഒട്ടനവധി ആളുകൾ പ്രത്യേകിച്ച് ക്രിസ്ത്യാനിറ്റിയൊക്കെ ക്രിട്ടിസൈസ് ചെയ്യുന്നതൊക്കെ കാണാൻ തുടങ്ങി. അതൊക്കെ കാണാൻ തുടങ്ങി, അവരോടൊക്കെ ചെന്ന് തർക്കിക്കാൻ തുടങ്ങി. കമൻറ്റിലെ ഇൻബോക്സിലൊക്കെ ചെന്നിട്ട് അവർ പറയുന്നത് ശരിയല്ല, അവരെ എങ്ങനെയെങ്കിലും പറഞ്ഞ് മനസ്സിലാക്കി നമ്മുടെ ഈ ഒരു വിശ്വാസത്തിലേക്ക് എത്തിക്കാനായിട്ട് ഞാൻ പെടാപ്പാടൊക്കെ പെട്ടുകൊണ്ടിരുന്നൊരു സമയമായിരുന്നു ആ സമയത്തൊക്കെ. അങ്ങനെ കൃത്യമായിട്ടും ഈ ഒരു ഐഡിയയിലേക്ക് ഞാൻ ഇൻട്രൊഡ്യൂസ്ഡായി. പയ്യെ ഒട്ടനവധി എക്സ്പോഷറിലൂടെ പല ആളുകളുടെയും വീഡിയോ ഒക്കെ കണ്ടിട്ട് ദൈവവിശ്വാസം ഏകദേശം കംപ്ലീറ്റ്ലി വിട്ടൊരവസ്ഥയിലേക്കായി മാറി. ഏത് വർഷമാണ്, എപ്പോഴാണ് എൻ്റെ ദൈവവിശ്വാസം നഷ്ടപ്പെട്ടത് എന്നെനിക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ല. എനിവേ, ഞാൻ ഒരു പഠിത്തം കംപ്ലീറ്റ് ആക്കി 2018 തോന്നുന്നു തിരിച്ച് ഞാൻ വീട്ടിലേക്ക് വരുമ്പോൾ അത് ന്യൂ ഇയർ മീറ്റിങ്ങുകളോ കാര്യങ്ങളോ എന്തൊക്കെയോ നടക്കുന്ന സമയമാണ്. അപ്പം ചെയിനായിട്ട് ഒരാഴ്ച പ്രാർത്ഥനകൾ നടക്കുന്ന സമയത്ത് ഞാൻ വീട്ടിൽ പറഞ്ഞു, ഞാൻ ഇനി ഈ പരിപാടിക്ക് വരുന്നില്ല, എനിക്ക് ദൈവത്തിൽ അങ്ങനെ കാര്യമായിട്ട് വിശ്വാസമൊന്നുമില്ല. അപ്പോൾ അവിടെ വന്നിട്ട് എനിക്ക് ടൈം വേസ്റ്റ് ചെയ്യാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞു. വീട്ടുകാർ പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല. അവർ ചെറുപ്പക്കാരനല്ലേ, ഈ ഒരു ചെറുപ്പത്തിൽ നമുക്കിങ്ങനെ ഒരു കാര്യമൊക്കെ തോന്നും, ഫ്രീഡമൊക്കെ ഒന്ന് ആസ്വദിക്കാനായിട്ട് എന്ന രീതിയിൽ അവരധികമായിട്ട് ആ സമയത്ത് പ്രതികരിച്ചില്ല. കാരണം അവർ വിചാരിച്ചിരുന്നത് കുറച്ച് നാളിന് ശേഷം ഞാൻ ഇനി തിരിച്ചു വന്നോളൂ, ചെറുപ്പത്തിലെ ആ ഒരു തിളപ്പിൻ്റെ പുറത്തായിരിക്കും ഇങ്ങനെ എന്നൊക്കെ ആയിരിക്കണം വിചാരിച്ചത്. എനിക്കറിയില്ല, ഞങ്ങൾക്ക് അതിനെക്കുറിച്ചൊരു കോൺവെർസേഷൻ ഉണ്ടായിട്ടില്ല. അപ്പോൾ ആ ഒരു 2018 സമയം തൊട്ടാണെന്ന് തോന്നുന്നു ഞാൻ കംപ്ലീറ്റ് ആയിട്ട് ഈ ചർച്ചിൽ പോകുന്ന പരിപാടി അങ്ങ് ഉപേക്ഷിച്ചു. അതിനുശേഷം എൻ്റെ ജീവിതത്തിൽ ദൈവത്തിന് അങ്ങനെ പ്രാധാന്യം ഉണ്ടായിട്ടില്ല. ഞാനതിനെക്കുറിച്ച് വറി ചെയ്യാൻ പോയിട്ടില്ല. കെയർ ഫ്രീ ആയിരുന്നു ഞാൻ. ദൈവം ഉണ്ടെങ്കിലുണ്ട്, ഇല്ലെങ്കിലില്ല. ദൈവം ഉണ്ടെങ്കിൽ ഉണ്ടായിക്കോട്ടെ, എനിക്കതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട കാര്യമില്ല. കാരണം ദൈവം എന്ന് പറയുന്ന ഒരു പുള്ളി എങ്ങനെ പോയാലും ഈ മതപുസ്തകങ്ങളിൽ പറയുന്ന രീതിയിൽ ഒരു വ്യക്തി ആയിരിക്കത്തില്ല എന്നെനിക്ക് പൂർണ്ണ ഉറപ്പായി. അതുകൊണ്ട് തന്നെ ഞാൻ അതിനെക്കുറിച്ച് ഭാരപ്പെടാനോ ചിന്തിക്കാനോ അല്ലെങ്കിൽ ആരോടെങ്കിലും പറഞ്ഞ് ന്യായീകരിക്കാനോ അവരോട് വാഗ്വാദത്തിന് പോകാനോ ഒന്നും ഞാൻ ആ ഒരു സ്റ്റേജിൽ നിന്നിട്ടില്ല. ഇതിൻ്റെ ഇടയിൽ തന്നെ ഈ വിശ്വാസികളായിട്ടുള്ളവർ നമ്മളെ കാണുമ്പോൾ പുച്ഛിച്ച് തിരിക്കുക, കളിയാക്കുക, കുത്തുവർത്താനങ്ങൾ പറയുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളരെ പോപ്പുലറായിട്ട് നടന്നുപോയി. ഇപ്പോൾ എൻ്റെ ഫാമിലി മെമ്പേഴ്സ് ആണെങ്കിൽ പോലും, റിലേറ്റീവ്സ് ആണെങ്കിൽ പോലും വരുമ്പോഴത്തേനും ഒരാവശ്യമില്ലാതെ നമ്മൾ സാത്താനാണ്, അതാണ്, ഇതാണ്, നീ പള്ളിയിൽ പോകണം, അവിടെ പോകണം, ഇവിടെ പോകണം എന്ന് പറഞ്ഞ് നമ്മുടെ മുകളിൽ പ്രഷർ തരാറുണ്ട്. പക്ഷേ ഞാനതൊന്നും കാര്യമാക്കാറില്ല. ഞാനതങ്ങനെ ചിരിച്ച് തള്ളാറേ ഉള്ളായിരുന്നു. തിരിച്ച് തർക്കിക്കാൻ പോലും ഞാൻ പലപ്പോഴും പോയിട്ടില്ല. ആ ഒരു രീതിയിൽ ജീവിച്ചുകൊണ്ടിരുന്ന എൻ്റെ ജീവിതത്തിൽ പ്രത്യേകിച്ച് മാറ്റം വരുന്നത് ഈ സ്വീഡനിൽ വന്നതിന് ശേഷമാണ്. സ്വീഡനിൽ വന്നത് പ്രത്യേകിച്ച് ആ ഒരു കാരണം കൂടെ പറയണം. എൻ്റെ പാർട്ട്ണർ, ഞാൻ പാർട്ട്നേർഡാണ്, എൻ്റെ പാർട്ട്ണർ സ്വീഡിഷാണ്. പുള്ളിക്കാരിയെ ഞാൻ കണ്ടുമുട്ടുന്നത് ഒരു ഡിജിറ്റൽ പെൻപാൽ പ്ലാറ്റ്ഫോമിലാണ്. അപ്പോൾ എൻ്റെ പാർട്ട്ണറിനെ ഞാൻ കണ്ടുമുട്ടിയതിൻ്റെ പിന്നിൽ മൈത്രേൻ്റെ കറുത്ത കരങ്ങളും ഉണ്ട് എന്നെനിക്കിവിടെ പറയേണ്ടതുണ്ട്. കാരണം മൈത്രേൻ്റെ ഒരു ഇൻ്റർവ്യൂവിൽ, ധന്യവർമ്മയായിട്ടുള്ളൊരു ഇൻ്റർവ്യൂ ആണെന്ന് തോന്നുന്നു, അതിൽ പുള്ളി ഇങ്ങനെ പുള്ളിയുടെ അമ്മയ്ക്ക്, പുള്ളിയുടെ കുട്ടിക്കാലത്ത് പുള്ളിയുടെ അമ്മയ്ക്ക് ഇതേപോലെ അമേരിക്കയിലൊക്കെ പെൻപാൽസ് ഉണ്ടായിരുന്നു, അന്നിങ്ങനെ ലെറ്റേഴ്സൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും എഴുതിയൊരു കോൺവെർസേഷൻ ഉണ്ടായിരുന്നു എന്ന് പറയുന്ന ഒരു ഇത് കണ്ടിട്ട് എനിക്കങ്ങനെ ക്യൂരിയോസിറ്റി തോന്നി. ഞാനങ്ങനെ ഡിജിറ്റൽ പെൻപാൽസ് ഉണ്ടോ എന്ന് അന്വേഷിച്ച് അങ്ങനെ പല ആപ്ലിക്കേഷൻ വഴി ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്നുമുള്ള ഫ്രണ്ട്സിനെ ഉണ്ടാക്കുന്നതും എൻ്റെ ജീവിതത്തിൽ ചേഞ്ചിന് വലിയൊരു വഴി ഒരുക്കിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ ഫെമിനിസം എന്ന ഐഡിയയിലൊക്കെ എന്നെ കുറേ കൂടെ
ഇംപ്രൂവ്ഡ് ആക്കിയത് ഈ ഒരു ഡിജിറ്റൽ പെൻ പാൽസാണ്. ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്നും ഒട്ടനവധി സുഹൃത്തുക്കൾ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ഞാൻ അതിലൂടെ മീറ്റ് ചെയ്തതാണ് എൻ്റെ പാർട്ട്ണറിനെയും. അപ്പോൾ 2022 ഞങ്ങൾ മീറ്റ് ചെയ്യുന്നത്. 2024 ഓഗസ്റ്റിൽ ഞാൻ സ്വീഡനിലേക്ക് എത്തി. അങ്ങനെ സ്വീഡനിൽ എത്തിയതിന് ശേഷമാണ് എൻ്റെ ജീവിതം വലിയ രീതിയിൽ മാറാൻ തുടങ്ങിയത്. കാരണം ഇവിടെ എത്തിയതിന് ശേഷം യൂണിവേഴ്സിറ്റിയിൽ പോയി പഠിക്കാൻ തുടങ്ങിയപ്പം എനിക്ക് കൂടുതലും ഫ്രണ്ട്സ് ഉണ്ടായിരുന്നത് ഈ ഒരു സ്വീഡിഷ് ബാക്ക്ഗ്രൗണ്ട് ഉള്ള ആൾക്കാരാണ്. അവരുമായിട്ടുള്ള കോൺവെർസേഷൻ, അവരുടെ ചിന്താരീതി, അവർ പലപ്പോഴും പല ചോദ്യങ്ങളും ചോദിക്കുമ്പോൾ ഞാൻ തന്നെ വിചാരിച്ചിട്ടുണ്ട് ഇവർക്ക് എങ്ങനെ ഇങ്ങനെ ചിന്തിക്കാൻ കഴിയുന്നു, ഇങ്ങനെ ഔട്ട് ഓഫ് ദ ബോക്സ് ഒക്കെ ചിന്തിക്കുക, എനിക്ക് എന്തുകൊണ്ട് കഴിയുന്നില്ല. ഇങ്ങനെയുള്ള പല ചോദ്യങ്ങളും അവരുമായിട്ടൊക്കെ ഇൻട്രാക്ട് ചെയ്യുമ്പോൾ എനിക്ക് വന്നിട്ടുണ്ട്. അതുമാത്രമല്ലാതെ ഇവിടുത്തെ കുട്ടികൾക്ക് കിട്ടുന്ന ഒരു സ്വാതന്ത്ര്യം, എൻ്റെ ചാനലിൽ തന്നെ ഇവിടുത്തെ സ്വീഡിഷ് കുട്ടികളുമായിട്ടുള്ള എൻ്റെ ഒരു കോൺവെർസേഷൻ ഉണ്ട്. അതൊന്ന് കണ്ടു നോക്കിയാൽ മതി. 10-13 വയസ്സുള്ള കുട്ടികൾ എത്ര മെച്യൂർഡായിട്ടാണ് സംസാരിക്കുന്നത്. അവർക്ക് കിട്ടുന്ന ലെവൽ ഓഫ് ഫ്രീഡം, ഈവൻ റിലീജിയൻ്റെ കാര്യത്തിൽ പോലും അവർക്കൊരു അടിച്ചേൽപ്പിക്കലല്ല, ജസ്റ്റ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഫോളോ ചെയ്യാം. അതുമാത്രമല്ലാതെ എൻ്റെ പാർട്ട്ണർ ഇവിടുത്തെ ടീച്ചറാണ്. പുള്ളിക്കാരി ഇവിടുത്തെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതിൽ കൃത്യമായ റിലീജിയനെക്കുറിച്ചൊക്കെ എത്ര ഡെപ്തിൽ എത്ര ക്ലിയറായി പഠിപ്പിക്കുന്നുണ്ട്. ആ പഠിപ്പിക്കുന്ന സമയത്ത് തന്നെ റിലീജിയൻ എല്ലാം ഒരു ബിലീഫാണ് എന്നിവർ കൃത്യമായും പറഞ്ഞു കൊടുക്കാറുണ്ട്. അതിൽ പ്രത്യേകിച്ച് ഈ ഒരു മുസ്ലിം ബാക്ക്ഗ്രൗണ്ടുള്ള കുട്ടികളൊക്കെ അന്നേരം തർക്കിക്കാറുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അവർ അന്നേരം പറയാറുണ്ട്, അല്ല എൻ്റെത് സത്യമാണ്, എൻ്റെത് യാഥാർത്ഥ്യമാണ്, ഞങ്ങളുടെ സ്വർഗ്ഗമുണ്ട് എന്നൊക്കെ പറയുമ്പോൾ ഇവർ കൃത്യമായും അത് കേട്ട് മിണ്ടാതിരിക്കാതെ, അല്ല എല്ലാവരുടെയും ബിലീഫ് പോലെ തന്നെ താങ്കളുടേതും ഒരു സാധാരണ ബിലീഫ് മാത്രമാണ് എന്ന് പറഞ്ഞ് മനസ്സിലാവും. അപ്പോൾ അത്രയും സെക്കുലറായ ഒരു എഡ്യൂക്കേഷൻ ബാക്ക്ഗ്രൗണ്ടാണ് ഇവിടുത്തെ കുട്ടികൾക്ക് കിട്ടുന്നത്. അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കി തുടങ്ങിയപ്പോൾ ഇവരെന്തുകൊണ്ട് ഇത്ര ഹയറായി ചിന്തിക്കുന്നു എന്ന കാര്യങ്ങളുടെയൊക്കെ ഒരു പിന്നാമ്പുറം എനിക്ക് കാണാൻ സാധിച്ചു. ആ ഒരു എഡ്യൂക്കേഷൻ തന്നെയാണ് ഏറ്റവും മെയിൻ പാർട്ട്. അപ്പോൾ ഇതൊക്കെ എന്നെ വല്ലാതെ ഹിറ്റ് ചെയ്യാൻ തുടങ്ങി. കാരണം എഡ്യൂക്കേഷനെയൊക്കെ ഞാൻ കണ്ടുകൊണ്ടിരുന്ന ഒരു രീതി ആ രീതിയിലേ അല്ല. സയൻസൊക്കെ എത്രയ്ക്ക് മനോഹരമാണ്. ഒരു കുട്ടിയുടെ ജീവിതത്തിൽ അയാൾ അങ്ങനെ വളർന്നു കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഒരു എക്സ്ട്രീം ബിലീഫ് ഇല്ലാതെ, ആ ഒരു ബയാസ് ഇല്ലാതെ അയാൾ ലോകത്തെ മനസ്സിലാക്കാനും അയാൾ എഡ്യൂക്കേഷനെയൊക്കെ സമീപിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ എത്ര മനോഹരമായ ഒരു ബ്യൂട്ടിഫുൾ ലൈഫ് അവർക്ക് പടുത്തുയർത്താം എന്ന റിയലൈസേഷനൊക്കെ വരാൻ തുടങ്ങിയപ്പോഴത്തേന് എന്നെ വല്ലാണ്ട് ഹിറ്റ് ചെയ്യാൻ തുടങ്ങി. എൻ്റെ ജീവിതം എത്രത്തോളം ഈ ഒരു അന്ധമായ നശിച്ച വിശ്വാസം നശിപ്പിച്ചു എന്നതിൻ്റെയൊക്കെ റിയലൈസേഷൻ എനിക്ക് അവിടുന്ന് വരാൻ തുടങ്ങി. ഒരാളുടെ ഇൻ്റലക്ച്വൽ ഗ്രോത്തിന് ഏറ്റവും ഹെൽപ്ഫുള്ളായി മാറുന്നത് അയാളുടെ ചിന്താശേഷി. അയാൾ എന്തിനെയൊക്കെ ചോദ്യം ചെയ്യുന്നതിൽ നിന്ന് അയാൾ എന്തൊക്കെ പഠിക്കുന്നു എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയിരിക്കും. ഒരു പെന്തക്കോസ്ത് സൺഡേ സ്കൂളിൽ പോയൊരു കുട്ടിക്ക് ചോദ്യം ചോദിക്കാനുള്ള കഴിവിനെ ആദ്യം അടിച്ചമർത്തുക എന്ന കാര്യമാണ് ഇവർ പറയുന്നത്. ചോദ്യങ്ങൾ വരുന്നത് അല്ലെങ്കിൽ സംശയങ്ങൾ വരുന്നത് സാത്താൻ നിങ്ങളുടെ ജീവിതത്തിൽ ഇടപെടുന്നതാണ്. അപ്പോൾ സംശയങ്ങളൊന്നും ഉണ്ടാകാൻ പാടില്ല, നമ്മൾ കണ്ണുമടച്ച് ഈ കാര്യങ്ങളെയൊക്കെ അങ്ങ് വിശ്വസിച്ചോണം എന്ന രീതിയിൽ ട്രെയിൻഡായിട്ടുള്ള കുട്ടികൾക്ക് ഒരിക്കലും ഈ ഒരു നിലയിലേക്ക് എത്തിച്ചേരാൻ സാധിക്കില്ല എന്ന റിയലൈസേഷൻ നേരെ കണ്ട് ഞാൻ മനസ്സിലാക്കിയ സമയങ്ങളായിരുന്നത്. ഈ തിരിച്ചറിവുകൾ എന്നെ വല്ലാത്ത രീതിയിൽ ഹോണ്ട് ചെയ്യാൻ തുടങ്ങി. എനിക്കിത് തീരെ സഹിക്കാൻ പറ്റുന്നില്ല. ഓരോ ദിവസവും ഈ ഒരു സൊസൈറ്റിയിലേക്ക് ഇൻട്രാക്ട് ചെയ്യും തോറും എത്രത്തോളം ഈ ഒരു അന്ധവിശ്വാസം എൻ്റെ ജീവിതം നശിപ്പിച്ചു എന്ന റിയലൈസേഷൻ ഇങ്ങനെ ഓരോരോ ഇൻസിഡൻറ്റും ഓരോ കാര്യങ്ങൾ കണ്ട് ഓരോ കാര്യങ്ങൾ പഠിക്കുമ്പോൾ ഓരോ രീതിയിലും പിന്നിൽ എങ്ങനെ എൻ്റെ ഈ ഒരു ജീവിതം നശിപ്പിച്ചു എന്ന റിയലൈസേഷനിലേക്ക് ഞാൻ തിരിച്ച് ചിന്തിക്കാൻ തുടങ്ങി. അതിൽ വരുമ്പോൾ ഈ ഒരു സോഷ്യൽ ലൈഫ്, ഒരു വ്യക്തിയോട് എങ്ങനെ കൃത്യമായി സംസാരിക്കണം എന്ന് പോലും എനിക്കറിയത്തില്ല. കാരണം വ്യത്യസ്തമായ ആളുകളോട് സംസാരിച്ചാൽ മാത്രമേ നമ്മളുടെ ഒരു സോഷ്യൽ സ്കിൽസ് വർദ്ധിക്കത്തുള്ളൂ. അതുമാത്രമല്ലാതെ ഇൻ്റലക്ച്വൽ ഗ്രോത്ത്, ഇങ്ങനെ വിവിധ കാര്യങ്ങളിൽ ഞാൻ ഒരു മനുഷ്യനെന്ന നിലയിൽ വൻ പരാജയമാണെന്നുള്ള റിയലൈസേഷൻ. ഇതിൻ്റെ എല്ലാം കാരണം നോക്കുമ്പോൾ ഈ ഒരു എൻ്റെ തലയിൽ കുട്ടിക്കാലം മുതൽ അടിച്ചേൽപ്പിച്ചു തന്ന ഈ ഒരു അന്ധവിശ്വാസത്തിലേക്കാണ് ഞാൻ ഓരോ കാര്യങ്ങളും, എന്തുകൊണ്ട് ഈ ഒരു കാര്യത്തിൽ ഞാൻ മോശമാണ്, അതിങ്ങനെ ഞാൻ എന്തുകൊണ്ട് ചോദിച്ചു പോകും തോറും ഞാൻ ചെന്ന് നിൽക്കുന്നത് ഈ ഒരു സാധനത്തിൻ്റെ പുറത്താണ്, പെന്തക്കോസ്ത് എന്നൊരു അന്ധവിശ്വാസം. ഈ ഒരു സമയത്തെല്ലാം എൻ്റെ ലൈഫിൽ ഏറ്റവും കൂടുതൽ സപ്പോർട്ടീവായിട്ട് മാറിയത്, എന്നെ ഇപ്പോൾ ഇവിടെ ഞാൻ നിൽക്കുന്നത്, എൻ്റെ ബാക്ക് ബോൺ എന്ന് എനിക്ക് പറയാൻ സാധിക്കുന്നത് എൻ്റെ പാർട്ട്ണർ തന്നെയാണ്. പുള്ളിക്കാരി അപ്പോൾ എന്നോട് കൃത്യമായിട്ട് ഈ കാര്യങ്ങളെല്ലാം ഞങ്ങൾ സംസാരിച്ചപ്പോൾ ചോദിച്ച് മനസ്സിലാക്കിയിട്ട് പറഞ്ഞത്, നീ ഒരു ഡോക്ടറിനെ പോയി കാണണം, ഇറ്റ് ഈസ് റിയലി നെസസറി. എനിക്ക് ഓൾറെഡി ഇങ്ങനെ ഒരു ഡോക്ടറിനെ പോയി കാണണം എന്ന താല്പര്യം ഉണ്ടായിരുന്നു. അതിൻ്റെ കൂടെ പുള്ളിക്കാരിയുടെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ ഒരു സൈക്കാട്രിക് ഡോക്ടറിനെ ഇവിടെ പോയി കൺസൾട്ട് ചെയ്തു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേന് ആങ്സൈറ്റി, ഡിപ്രഷൻ എന്ന കാര്യങ്ങൾ ഡയഗ്നോസ് ചെയ്തു. എനിക്ക് അവർ മെഡിസിൻ പ്രിസ്ക്രൈബ് ചെയ്തു. ആ മെഡിസിൻ കഴിച്ചു തുടങ്ങിയതിന് ശേഷം വളരെ വലിയ രീതിയിൽ എൻ്റെ ജീവിതം മാറി. ഇതുകൊണ്ട് തന്നെയാണ് ഈ ഒരു മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂവിലും ഇവരുടെ ഏറ്റവും വലിയൊരു പ്രശ്നമാണ് ഈ ഒരു മെൻ്റൽ ഹെൽത്ത് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സാധാന്യ പോരാട്ടമാണെന്ന് പറഞ്ഞുള്ള വിവരം കെട്ട വർത്താനങ്ങൾ.
അതേപോലുള്ള പഠിപ്പിക്കലുകൾ. അതുകൊണ്ട് തന്നെയാണ് ഞാൻ അതിനെ നിഷിദ്ധമായും വിമർശിക്കുന്നത്. ഈ ഒരു മെഡിക്കേഷൻ എടുക്കാൻ തുടങ്ങിയതിന് ശേഷം എൻ്റെ ജീവിതത്തിൽ വന്ന മാറ്റം, മനസ്സമാധാനം എന്ന് പറഞ്ഞൊരു സാധനം കൃത്യമായിട്ടും അപ്പോഴാണ് കിട്ടി തുടങ്ങി. ഞാൻ എത്രത്തോളം ആങ്ഷ്യസ് ആയിരുന്നു എൻ്റെ ജീവിതത്തിലെന്ന് ആ ഒരു മരുന്നെടുത്തതിന് ശേഷവും അതിന് മുൻപുമായിട്ട് കമ്പയർ ചെയ്തപ്പോൾ എനിക്ക് വല്ലാണ്ട് ഏറ്റവും കൂടുതൽ ഡിപ്രഷനേക്കാൾ കൂടുതൽ എനിക്ക് ഉണ്ടായിരുന്നത് ആങ്സൈറ്റിയാണ്. അത്രയും നാളും എക്സ്ട്രീം ആങ്സൈറ്റി, ഈ ഒരു വിശ്വാസത്തിലുള്ളവർ തീർച്ചയായും അനുഭവിക്കുന്ന കാര്യമാണ് ഈ എക്സ്ട്രീം ആങ്സൈറ്റി. കാരണം സെറ്റ് ഓഫ് കാര്യങ്ങൾ, ഇത്ര കാര്യങ്ങൾ, ഇത്ര പാപം, ഇതൊന്നും ചെയ്യാൻ പാടില്ല, ഇതെല്ലാം ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ നരകത്തിൽ പോകും. ഓരോ നിമിഷവും ഇവരിങ്ങനെ ഒരു ബോംബിൻ്റെ മണ്ടയ്ക്ക് ഇരിക്കുന്നോട്ടാണ് ജീവിക്കുന്നത്. അയ്യോ ഞാൻ തെറ്റ് ചെയ്തോ, അയ്യോ ഞാൻ പാപം ചെയ്തോ, നാളെ ഞാൻ സ്വർഗത്തിൽ പോവോ, ഇപ്പോൾ യേശു വന്നാൽ ഞാൻ എടുക്കപ്പെടുവോ എന്ന ഓരോ സാധനത്തിൻ്റെ പുറത്തും ഇങ്ങനെ പേടിപ്പിച്ച് നിർത്തുന്നത് കാരണം എക്സ്ട്രീം ആങ്സൈറ്റി ഇതിൽ നിൽക്കുന്ന ഓരോ വ്യക്തിക്കുണ്ട്. പക്ഷെ അവരൊരിക്കലും റിയലൈസ് ചെയ്യത്തില്ല. കാരണം കുട്ടിക്കാലം തൊട്ടേ അവരുടെ തലയിൽ ഈ ഒരു സാധനങ്ങൾ, ഈ ഒരു അന്ധവിശ്വാസം അടിച്ചേൽപ്പിക്കുന്നത് കാരണം എക്സ്ട്രീം ആങ്സൈറ്റിയിലായിരിക്കും ഇതിൽ ഓരോ വ്യക്തിയും ജീവിക്കുന്നത്. ഞാനത് ഒരിക്കലും തിരിച്ചറിഞ്ഞിട്ടില്ല. ഞാൻ ഒരു മെഡിക്കേഷൻ എടുത്തതിന് ശേഷമാണ് റിയലി ഇതാണ് നോർമൽ ലൈഫ് എന്നൊരു ഇങ്ങനെയാണ് ഫീൽ ചെയ്യേണ്ടത്, ഇതാണ് നോർമലി ഒരു മനുഷ്യൻ ഫീൽ ചെയ്യുന്നത് എന്ന നിലയിലേക്കൊക്കെ എനിക്ക് മനസ്സിലാക്കാൻ പോലും സാധിച്ചത്. എനിവേ, ഈ ഒരു മരുന്നൊക്കെ എടുത്തു തുടങ്ങി ഞാനൊന്ന് നോർമലായി കഴിഞ്ഞു. 3-4 മാസത്തിന് ശേഷം എനിക്ക് വളരെ സ്റ്റേബിളായി തുടങ്ങിയപ്പോഴത്തേനും അവിടെ ഞാനൊരു തെറ്റ് എൻ്റെ ഭാഗത്തു നിന്നുണ്ടായി. ഞാൻ ഒരു ഡോക്ടറിൻ്റെ കൺസൾട്ടേഷൻ ഇല്ലാതെ തന്നെ ആ ഒരു ആൻറ്റി ഡിപ്രസൻസ് എടുക്കുന്നത് ഞാനായിട്ട് സ്റ്റോപ്പ് ചെയ്തു. അതൊരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല. കാരണം അന്നേരം വിത്ഡ്രോവൽസ് വരും. ഇതിനെ ഒരു കുറ്റമായി പറഞ്ഞ് ആൾക്കാർ ഇപ്പം ന്യായീകരിക്കാൻ തുടങ്ങും. കണ്ടില്ലേ, ഒരു മരുന്നെടുത്ത് തുടങ്ങിക്കഴിഞ്ഞാൽ ആജീവനാന്തം എടുക്കണം. അങ്ങനെയല്ല, ഒരു മരുന്നെടുത്ത് തുടങ്ങുകയാണെങ്കിൽ അതിനെ ഘട്ടം ഘട്ടമായി, ഇപ്പോൾ എല്ലാ ദിവസവും ഒരു വ്യക്തി മരുന്നെടുക്കുന്നുണ്ടെങ്കിൽ അത് ആഴ്ചയിൽ 3 ദിവസമായി കുറയ്ക്കണം, പിന്നീട് 2 ആക്കണം, പിന്നീട് ആഴ്ചയിൽ 1 ആക്കണം. അങ്ങനെ സ്റ്റോപ്പ് ചെയ്യാൻ പാടുള്ളൂ. ഞാനങ്ങനെ ഒറ്റയടിക്ക് ഈ ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യാതെ ആ ഒരു മരുന്ന് നിർത്തി. ഞാനങ്ങനെ മരുന്ന് എടുക്കാതെയായി. ഒരാഴ്ചയോളം വലിയ പ്രശ്നങ്ങളൊന്നും എനിക്ക് തോന്നിയില്ല. അതിനുശേഷം ഇത് വലിയ രീതിയിൽ ബാക്ക് ഫെയർ ചെയ്യാൻ തുടങ്ങി. ഇതേ തോട്ട്, ചിന്തകളെ, കാര്യങ്ങളെയൊക്കെ തിരിച്ചു വരാൻ തുടങ്ങി. അത് ഇരട്ടി ശക്തിയായിട്ട് വരാൻ തുടങ്ങി. ആ ഒരു സമയത്ത് ഞാൻ സൂയിസൈഡിനെ കുറിച്ച് ആലോചിച്ച് തുടങ്ങി. എൻ്റെ ജീവിതം ഇത്രയും നശിച്ചു, എനിക്കിനിയും പറ്റില്ല, എന്ത് ചെയ്യും, എങ്ങനെ ചെയ്യും, അറിയില്ല. പലപ്പോഴും ഞാൻ ആലോചിച്ചിട്ടുള്ള ഈ സ്റ്റോക്ക്ഹോമിൽ മെയിൻ ഒരു സ്ട്രീറ്റ് ഉണ്ട്. ആ ഒരു സ്ട്രീറ്റിൽ പോയിട്ട് കഴുത്തിലൂടെ ഒരു പ്ലക്കാർഡ് ഇട്ടിട്ട് എൻ്റെ മരണത്തിന് കാരണം പെന്തക്കോസ്താണ് ഇംഗ്ലീഷിൽ എഴുതി വെച്ചിട്ട്, പോക്കറ്റിലൊരു കത്തും കാര്യങ്ങളും വലിയ രീതിയിൽ എഴുതി വെച്ച് അങ്ങനെ സൂയിസൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഇൻ്റർനാഷണലി ശ്രദ്ധിക്കപ്പെടും. ഇൻ്റർനാഷണലി ശ്രദ്ധിക്കപ്പെട്ട് കഴിഞ്ഞാൽ നേഷൻ വൈഡായിട്ട് കൃത്യമായി ഇന്ത്യയിൽ മൊത്തം അത് വലിയ രീതിയിൽ ഒരു ചർച്ചയായി മാറും. അങ്ങനെയെങ്കിലും കുറച്ച് പേരെ രക്ഷിക്കാൻ സാധിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഒത്തിരി ചിന്തകൾ എൻ്റെ മനസ്സിൽ കൂടെ കടന്നുപോയി. എനിവേ, ഒരു ദിവസം എനിക്കിത് തീരെ സഹിക്കാൻ വയ്യാത്തൊരു പോയിന്റിൽ ഞാൻ ബാത്റൂമിൽ പോയി ലോക്ക് ചെയ്തിട്ട് എൻ്റെ ഈ ആൻറ്റി ഡിപ്രസൻറ്റ് ടാബ്ലറ്റ്സ് ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ അൺപാക്ക് ചെയ്തെടുത്ത് അത് കഴിച്ചിട്ട് മരിക്കാം എന്നൊരു തീരുമാനത്തിൽ ഞാൻ ബാത്റൂമിൽ പോയി ലോക്ക് ചെയ്തു. ഇതിങ്ങനെ ഓരോന്ന് എടുത്തുകൊണ്ടിരുന്നു. ഒരു 5 സെക്കൻഡ് കൂടെ എൻ്റെ പാർട്ട്ണർ വരാനും ആ ഡോറിൽ പുള്ളിക്കാരിക്ക് അറിയാം ഞാൻ വല്ലാത്തൊരു സ്ഥിതിയിലൂടെ ആണ് ഗോ ത്രൂ ചെയ്യുന്നതെന്ന്. പുള്ളിക്കാരി എന്നെ കുറച്ച് നേരം കാണാഞ്ഞിട്ട് വന്ന് ടോയ്ലറ്റിൽ നോക്ക് ചെയ്ത് ഒരു 5 സെക്കൻഡ് വൈകിയിരുന്നെങ്കിൽ ഞാനത് എടുത്തേനെ. ഇന്നിവിടെ ജീവനോട്ടിരുന്ന് സംസാരിക്കുക. ഞാൻ ഇത് പറയുമ്പോൾ ഇപ്പോൾ ചിരിക്കുന്നുണ്ട്, പക്ഷേ അത് ഞാൻ ഗോ ത്രൂ ചെയ്തത് എനിക്ക് മാത്രമേ അറിയത്തുള്ളൂ. അതിലൂടെ ഗോ ത്രൂ ചെയ്ത് ഒത്തിരി പേര് എന്നെ ഇപ്പോൾ കോൺടാക്ട് ചെയ്തിട്ടുണ്ട്. ഈ ഒരു പെന്തക്കോസ്ത് വിശ്വാസം കാരണം ജീവിതം അവസാനിപ്പിക്കാൻ ഒരുങ്ങിയ ഒട്ടനവധി ആൾക്കാർ എൻ്റെ കോൺടാക്റ്റിൽ ഇപ്പോഴും ഉണ്ട്. ഒട്ടനവധി ആളുകൾ നിങ്ങൾ എന്നെ ഇപ്പോൾ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളിത് പലപ്പോഴായി ചിന്തിച്ചിട്ടുണ്ടായിരിക്കും. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങളവിടെ ഒറ്റയ്ക്കല്ല. ഒട്ടനവധി ആളുകൾ ഇതിലൂടെ കടന്നു പോയിട്ടുണ്ട്. നിങ്ങളുടെ കുറ്റമല്ല, നിങ്ങളുടെ തലയിൽ അടിച്ചേൽപ്പിച്ച ഈ ഒരു അന്ധവിശ്വാസമാണ് നിങ്ങളുടെ ജീവിതം നശിപ്പിച്ചത്. സോ യു ആർ നോട്ട് എലോൺ. എനിവേ, പുള്ളിക്കാരി വന്ന് നോക്ക് ചെയ്തു. ഞാൻ ഡോർ ഓപ്പൺ ചെയ്തു. ഞാൻ ആകെ കരഞ്ഞ് വല്ലാണ്ടിരിക്കുകയാണ്. പുള്ളിക്കാരിക്ക് കണ്ടപ്പോഴേ കാര്യം മനസ്സിലായി. അന്നേരം തന്നെ ഇവിടുത്തെ അടുത്തുള്ള സൈക്യാട്രിക് ഹോസ്പിറ്റലിൽ പോയി. ഞാൻ ഏകദേശം ഒരാഴ്ചയോളം അവിടെ അഡ്മിറ്റഡ് ആയിരുന്നു. ആ ഒരാഴ്ചയാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ മാറ്റം ഉണ്ടാകുന്നത്. ഞാനെന്ന വ്യക്തി, ഇന്നീ കാണുന്ന ഞാനെന്ന വ്യക്തി രൂപപ്പെട്ടത് കൃത്യമായി അവിടെ നിന്നാണ്. ആവശ്യത്തിലധികം സമയം ഒറ്റയ്ക്കിരിക്കാൻ അവിടെ ഉണ്ട്. ഒരു മുറിയിൽ നമ്മൾ തനിച്ചായിരിക്കും. അപ്പോൾ അവിടെ ഇരുന്ന് വളരെയധികം ഞാൻ ഇതിനെക്കുറിച്ച് പിന്നെയും ചിന്തിക്കാൻ തുടങ്ങി. മെഡിക്കേഷനും ഇവരുടെ ഈ ഒരു സൈഡ് സപ്പോർട്ടും ഉള്ളത് കാരണം എനിക്ക് ബെറ്ററായി തിങ്ക് ചെയ്യാൻ സാധിക്കാൻ തുടങ്ങി. ആ ഒരു സമയത്ത് ഞാൻ ആലോചിച്ചു, നമ്മൾ എപ്പോഴും പറയാറുണ്ട് മരണത്തിനെ മുഖാമുഖം കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഒരു സാധനത്തിനോട് ഒരു പേടി കാണില്ല. ആ ഒരു ധൈര്യം, ഇന്ന് ഞാനിവിടെ നിൽക്കുന്നതും ഈ സംസാരിക്കുന്നതും ആ ധൈര്യത്തിൽ നിന്നാണ്. അപ്പോൾ ആ ഒരു സമയത്ത് ഞാൻ അവിടെ നിന്ന് അധികമായും ചിന്തിച്ചത് എൻ്റെ ജീവിതം ഈ ഒരു അന്ധവിശ്വാസം കാരണം നശിച്ചു. ഇതേപോലെ എത്ര പേരുടെ ജീവിതം നശിപ്പിച്ചിട്ടുണ്ടായിരിക്കും, എത്ര പേര് ഓൾറെഡി ജീവൻ ഒടുക്കിയിട്ടുണ്ടായിരിക്കും. പിന്നീട് എൻ്റെ സിസ്റ്ററിന് അപ്പോൾ കുട്ടിയുണ്ട്, അവന് 1.5-2 വയസ്സെങ്ങാണ്ടുള്ള സമയമാണ്. ആ ഒരു സമയത്ത് ഞാൻ ആലോചിച്ചത്, സിസ്റ്റർ ബിലീവറാണ്.
അവന് നാളെ ഈ ഒരു അവസ്ഥ ഉണ്ടായിക്കഴിഞ്ഞാൽ അവനും ഈ ഒരു വിശ്വാസത്തിൻ്റെ ഈ ഒരു അന്ധവിശ്വാസത്തിൻ്റെ ഭാഗമായി ജീവിച്ച് വളർന്നു വരുന്നൊരു സിറ്റുവേഷനിൽ ഇതേപോലെ ഐഡൻറ്റിറ്റി ക്രൈസിസും എന്ത് ചെയ്യണം ഏത് ചെയ്യണം എന്നറിയാത്തൊരവസ്ഥയിൽ എത്തി നിൽക്കുമ്പോൾ ഇതേപോലെ ഒരു ബുദ്ധിമോശം സ്വന്തം ജീവിതം അവസാനിപ്പിക്കാം എന്നൊരു തീരുമാനത്തിലേക്ക് അവൻ എത്തിക്കഴിഞ്ഞാൽ എനിക്കിതേ അനുഭവം ഉണ്ടായിട്ട് ഞാൻ സംസാരിക്കാത്തത് കൊണ്ടാവും അവൻ ആ ഒരു അവസ്ഥയിലേക്ക് എത്തുക എന്ന റിയലൈസേഷൻ എന്നെ വല്ലാതെ വിഷമിപ്പിച്ചു. ആ ഒരു റിയലൈസേഷനാണ് എന്നെ നിങ്ങളുടെ മുൻപിൽ ഇവിടെ ഈ കാണുന്ന രീതിയിൽ സംസാരിക്കാനായിട്ട് പ്രാപ്തനാക്കിയത്. ഞാൻ ആ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജായി വീട്ടിൽ വന്നു. അതിൻ്റെ തൊട്ടടുത്ത ദിവസമോ അല്ലെങ്കിൽ 1-2 ദിവസത്തിന് ശേഷമാണെന്ന് എനിക്ക് തോന്നുന്നു. അന്നേരം ഞാൻ ഫോൺ എടുത്തു വെച്ചു, കംപ്ലീറ്റ്ലി ഒരു വീഡിയോ റെക്കോർഡ് ചെയ്തു. അങ്ങനെയാണ് ഞാൻ ആദ്യമായിട്ട് യൂട്യൂബിലേക്ക് എൻ്റെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. ജീവിതത്തിൽ ഇതിൽ കൂടുതലായിട്ട് ഒന്നും നഷ്ടപ്പെടാനില്ല. ഇന്നിവിടെ ജീവനോടെ ഇരിക്കേണ്ട ഒരു വ്യക്തിയല്ല. ഇതിൽ പരം എന്തിനെ പേടിച്ചാണ് ജീവിക്കേണ്ടത്? ഇവർ ഐസൊലേറ്റ് ചെയ്യുമെന്ന പേടിയോ, അതോ ആൾക്കാരെന്നോട് മിണ്ടില്ലെന്നുള്ള പേടിയോ? ഇങ്ങനെയാണ് വളരെ കൃത്യമായും നിങ്ങളീ കാണുന്ന ഹോളിമസ് എന്ന് പറയുന്ന അരുൺ നിങ്ങളുടെ മുൻപിൽ ഇങ്ങനെ ഇരുന്ന് സംസാരിക്കുന്നത്. ഞാൻ ആദ്യമായിട്ടിട്ട ആ ഒരു വീഡിയോ റെക്കോർഡ് ചെയ്ത് എഡിറ്റ് ചെയ്ത് ഞാൻ ആ പബ്ലിഷ് ആക്കിയ ഒരു സെക്കൻഡിൽ അത് പബ്ലിക്കിലായി എല്ലാ മനുഷ്യരിലേക്കും പോയി എന്ന മൊമെൻറ്റിൽ ഞാൻ എൻ്റെ മനസ്സിൽ അനുഭവിച്ച ഒരു സന്തോഷം എന്ന് പറയുന്നത് എൻ്റെ ജീവിതത്തിൽ ഞാൻ അതേപോലെ സന്തോഷം അനുഭവിച്ചിട്ടില്ല. പല ആളുകളും പറയാറുണ്ട് വലിയൊരു പാറ എൻ്റെ നെഞ്ചത്തെടുത്ത് വെച്ചിരിക്കുന്നത് പോയ പോലത്തെ ഒരു ഫീലായിരുന്നു എന്ന്. ആ ഒരു ഫീലിംഗ് ആണ് അന്ന് ഞാൻ അനുഭവിച്ചത്. നമ്മൾ വളരെ ലൈറ്റായി മാറി, ഒരു പഞ്ഞിയുടെ ഭാരം പോലെ ആയി മാറിയൊരു ഫീലിംഗ് നമ്മുടെ ഉള്ളിൽ. അങ്ങനെ ഞാൻ ആ ഒരു വീഡിയോയുടെ ലിങ്ക് ഞാൻ തന്നെ മറ്റാരുമായിട്ട് ഇനി ആർക്കും അയച്ചു കൊടുക്കണ്ട, ഞാനായി തന്നെ എനിക്ക് അടുത്ത കോണ്ടാക്റ്റിലുള്ള കുറച്ച് വ്യക്തികൾക്കും എൻ്റെ ബന്ധുക്കൾക്കും എൻ്റെ അപ്പൻ, അമ്മ, സഹോദരി എന്നിവർക്ക് ഞാൻ അയച്ചു കൊടുത്തു. അതിനുശേഷം ഞാൻ വളരെ സുഖമായിട്ട് കിടന്നുറങ്ങി. അത്രയും മനസമാധാനത്തോടു കൂടി ഞാൻ എൻ്റെ ജീവിതത്തിൽ ഉറങ്ങിയിട്ടുണ്ടോ എന്ന് പോലും ഞാൻ പലപ്പോഴും സംശയിക്കാറുണ്ട്. എനിവേ, പിറ്റേ ദിവസം രാവിലെ ഞാൻ എണ്ണീറ്റ് നോക്കിയപ്പോൾ കാണുന്നത് എന്നെ ഫാമിലി ഗ്രൂപ്പ്സുകളിൽ നിന്ന് റിമൂവ് ചെയ്തതാണ്. ഓൺ ഫാമിലി അല്ല, അല്ലാതുള്ള ഫാദറിൻ്റെ സൈഡ് ഫാമിലിയിൽ നിന്നും ഫാമിലി ഗ്രൂപ്പുകളിൽ നിന്നും എന്നെ റിമൂവ് ചെയ്തൊരു മെസ്സേജ് കണ്ടുകൊണ്ടാണ് ഞാൻ എണീക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കണം, ഏകദേശം 28-29 വർഷത്തോളം അവരുടെ രക്തബന്ധമായിരുന്ന ഒരു വ്യക്തി ഒരു ദിവസം കൊണ്ട് അവരെ പേഴ്സണലി ഒന്നും പറഞ്ഞിട്ടല്ല, അവരുടെ വിശ്വാസത്തിനെ ഒന്ന് ക്രിട്ടിസൈസ് ചെയ്തു എന്ന പേരിൽ അവർക്ക് ആരും അല്ലാതെയായി മാറുക എന്ന് പറയുമ്പോൾ ആ ഒരു അന്ധവിശ്വാസത്തിൻ്റെ തീവ്രത നിങ്ങൾക്ക് എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. എനിവേ, ഇതൊന്നും എന്നെ ബാധിക്കുന്ന കാര്യമേ അല്ല. കാരണം ഞാൻ ഓൾറെഡി പറഞ്ഞുകൊണ്ട് തന്നെ ആ ഒരു മരണത്തെ മുഖാമുഖം കണ്ടു കഴിഞ്ഞാൽ ഇതിനപ്പുറം എന്തോ വരാനാ എന്നൊരു മൈൻഡ് സെറ്റ് വരും. ഞാനപ്പോൾ ചിന്തിച്ചത്, ആരും ആയിക്കോട്ടെ, എൻ്റെ ജീവിതത്തിൽ എത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പേഴ്സൺ ആയിക്കോട്ടെ, അരുൺ എന്ന മനുഷ്യനെ അല്ലാതെ അരുൺ എന്ന പെന്തക്കോസ്തുകാരനെ മാത്രമേ അംഗീകരിക്കാൻ പറ്റൂ എന്ന വ്യക്തികളാണ് എനിക്ക് ചുറ്റുമുള്ളതെങ്കിൽ അവരെനിക്ക് വേണ്ട എന്നൊരു ഡിസിഷൻ ഞാൻ അന്നെടുത്തു. ഒരു റിഗ്രറ്റും ഇതുവരെ എനിക്ക് തോന്നിയിട്ടില്ല, എനിക്കിനി തോന്നുകയില്ല. കാരണം മനുഷ്യരെ മനുഷ്യരായി കാണുന്നവരല്ലാതെ ബാക്കിയുള്ളവരുടെ ആവശ്യം ഈ ലോകത്തില്ല എന്ന് ഇപ്പോൾ ഞാൻ വിശ്വസിക്കുന്നു. തീർച്ചയായും ഈ പെന്തക്കോസ്ത് പോലെയുള്ള അന്ധവിശ്വാസമായ കൾട്ടുകളിൽ നിന്ന് പുറത്തു വരുമ്പോൾ നിങ്ങൾക്ക് ഒത്തിരി കാര്യങ്ങൾ സാക്രിഫൈസ് ചെയ്യേണ്ടി വരും. പക്ഷേ അത് നിങ്ങളെ അതിലും ബെറ്ററായിട്ടുള്ള ഒരു ലൈഫിലേക്ക് കൊണ്ടുപോകും എന്നത് ഉത്തമ ഉദാഹരണമാണ് ഞാൻ. ഇപ്പോൾ ഒരു കമ്മ്യൂണിറ്റി ഡെവലപ്പ് ചെയ്തെടുക്കുവാനും ഒട്ടനവധി ആളുകൾ, ഇതേ രീതിയിൽ പോയിക്കൊണ്ടിരുന്ന ഒട്ടനവധി ആളുകൾ തമ്മിൽ കാണുവാനും അവർക്ക് ഒരുമിച്ചിരുന്ന് സംസാരിക്കാനുമായിട്ടുള്ള ഒരു സ്പേസ് ഉണ്ടാക്കിയെടുക്കാൻ എന്നെക്കൊണ്ട് സാധിച്ചു. ഈ ഒരു സൂയിസൈഡൽ അറ്റംപ്റ്റിലേക്ക് ഞാൻ എത്തുന്നതിന് 1-2 ദിവസം മുമ്പ് ഞാൻ അനുഭവിച്ച ഒരു കാര്യമാണ് എന്നെ ഇങ്ങനെ ഒരു കമ്മ്യൂണിറ്റി ഉണ്ടാക്കണം എന്ന ചിന്തയിലേക്ക് കൊണ്ടെത്തിച്ചത്. ഞാൻ ആ ഒരു സമയത്ത് ഇതേപോലെ അനുഭവമുള്ള ആരെങ്കിലും ഉണ്ടോ, അവരോട് എനിക്കൊന്ന് സംസാരിക്കണം, എനിക്കൊന്ന് ഓപ്പണായിട്ട് ആരോടെങ്കിലും സംസാരിക്കണമെന്ന് പറഞ്ഞ് ഞാൻ പലരെയും നോക്കിയിട്ട് എനിക്ക് ആരെയും കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല, ഈ ഒരു പെന്തക്കോസ്ത് വിട്ട് ആരെയും. ആ സമയത്ത് എനിക്ക് ഞാൻ ഗോ ത്രൂ ചെയ്ത കാര്യങ്ങളോട് ഏറ്റവും സമാനമായി തോന്നിയത് ഒരു എക്സ് മുസ്ലിം കമ്മ്യൂണിറ്റിയോടാണ്. എക്സ് മുസ്ലിം ആയവർക്കും ഈ ഒരു പെന്തക്കോസ്ത് വിശ്വാസം വിട്ടവർക്കും സമാനമായ ടോർച്ചറാണ് ജീവിതത്തിൽ അനുഭവിക്കേണ്ടി വരുന്നത്. എക്സ്ട്രീമായിട്ടുള്ള ഐസൊലേഷനും അതിൻ്റെ ഭാഗമായിട്ടുള്ള ഒറ്റപ്പെടലും അവിടെ കൃത്യമായിട്ട് വരുന്നത് കൊണ്ട് തന്നെ എനിക്ക് അവരോട് ഒത്തിരി കണക്ട് ചെയ്യാൻ പറ്റി, അവരുടെ സംസാരം പലയിടത്ത് കാണുമ്പോൾ. അപ്പോൾ അങ്ങനെയുള്ള പലരെയും ഞാൻ കോൺടാക്ട് ചെയ്യാൻ ശ്രമിച്ചു. അപ്പോൾ അവർ ഓഫ് കോഴ്സ് ഒരു പെന്തക്കോസ്തുകാരൻ ആണ് ഞാൻ എന്ന് പറയുമ്പോഴത്തേനും അവരെ ഒത്തിരി പേര് കോൺടാക്ട് ചെയ്യുന്നതാണ്. അപ്പോൾ അതിനിടയിൽ എനിക്ക് ഒരു സെക്കൻഡ് പ്രയോറിറ്റി എന്തായാലും കിട്ടും. എനിവേ, അങ്ങനെ അവരെനിക്ക് കോൺടാക്ട് ചെയ്യാൻ സാധിച്ചില്ല. ആ ഒരു ചിന്ത എൻ്റെ മനസ്സിലുണ്ടായിരുന്നു.
ഇതേപോലെ എത്ര പേര് പലയിടത്തായി ഓരോ വീടുകളിൽ ഓരോ മുറിയിൽ 4 ചുവരിനുള്ളിൽ ഇങ്ങനെ വിങ്ങിപ്പൊട്ടി ജീവിക്കുന്നുണ്ടായിരിക്കും. എനിക്ക് ആരോടെങ്കിലും തുറന്ന് സംസാരിക്കണം എന്നുള്ള രീതിയിൽ. ആ ഒരു ചിന്തയാണ് എന്നെ ഈ ഒരു കമ്മ്യൂണിറ്റി എന്ന കാര്യത്തിലേക്ക് കൊണ്ടെത്തിച്ചിരിക്കുന്നത്. അത് മറ്റാരെ സഹായിക്കുന്നതിലും ഉപരി എന്നെ തന്നെ സഹായിച്ചു എന്ന് വേണം എനിക്ക് പറയാനായിട്ട്. കാരണം ഞാൻ അനുഭവിച്ച പ്രശ്നങ്ങൾ, ഞാൻ ഗോ ത്രൂ ചെയ്ത എക്സ്പീരിയൻസ് ഒരു വ്യക്തിയോട് പറയുമ്പോൾ അമിതമായി എക്സ്പ്ലെയിൻ ചെയ്താൽ കൂടി പലർക്കും മനസ്സിലാക്കാൻ കഴിയുന്നില്ല. എൻ്റെ ഹിന്ദുയിസം ഫോളോ ചെയ്യുന്ന ഒരു ഫ്രണ്ട്, പുള്ളിക്കാരനോട് ഞാൻ ഈ കാര്യങ്ങൾ പറഞ്ഞപ്പോഴത്തേന് എന്നോട് ചോദിക്കുന്നത്, ഇതിലെന്താ ഇത്ര പ്രശ്നം, നിങ്ങൾക്കങ്ങ് വിശ്വസിക്കാതിരുന്നാൽ പോരെ. പക്ഷെ അവർക്കതിൻ്റെ തീവ്രത, ഇതെത്രത്തോളം ഇൻഗ്രെയിൻഡ് ആണ്, ഇതെത്രത്തോളം എൻ്റെ പേഴ്സണാലിറ്റിയെ, എൻ്റെ ജീവിതത്തെ നശിപ്പിച്ചു എന്ന കാര്യം ഒരിക്കലും മനസ്സിലാക്കാൻ സാധിക്കും. അത് മനസ്സിലാകണമെങ്കിൽ അതേ സമാനമായിട്ടുള്ള അനുഭവങ്ങൾ ഉള്ള വ്യക്തികൾക്ക് അത് മനസ്സിലാവും. ആ രീതിയിൽ ഒരു സ്ഥലത്ത് പല ആളുകൾ എനിക്ക് നഷ്ടപ്പെട്ടപ്പോൾ അതിൻ്റെ ഇരട്ടിയായിട്ട് എനിക്ക് ഇപ്പുറത്ത് തിരിച്ച് കിട്ടി. അതേപോലുള്ള വ്യക്തികളുമായി കോൺസ്റ്റൻറ്റ് കോൺടാക്റ്റിൽ നിൽക്കുവാനും അവർക്ക് എൻ്റെ ലൈഫിൽ ഹെൽപ്പ് ചെയ്യാനും എനിക്ക് അവരുടെ ലൈഫിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്തും വാങ്ങി സന്തോഷമായി ജീവിക്കാൻ പറ്റുന്ന ഒരവസ്ഥയിലേക്ക് ഇന്ന് ഞാൻ എത്തിയിട്ടുണ്ട്. ഈ ഒരു വീഡിയോ കാണുന്നതിൽ പല വ്യക്തികളും ഇതേ സിറ്റുവേഷനിലൂടെ ഗോ ത്രൂ ചെയ്തവരായിരിക്കും, അല്ലെങ്കിൽ ഗോ ത്രൂ ചെയ്തുകൊണ്ടേയിരിക്കുന്നവരായിരിക്കും. എനിക്ക് നിങ്ങളോട് പറയുന്നത്, നിങ്ങൾ ഒറ്റയ്ക്കല്ല, ഈ സംഭവിച്ചതൊന്നും നിങ്ങളുടെ കുറ്റമല്ല. നിങ്ങളുടെ ഈ ഒരു അന്ധവിശ്വാസം നിങ്ങളുടെ തലയിലേക്ക് അടിച്ചേൽപ്പിച്ചത് മുഖാന്തരം നിങ്ങളുടെ ജീവിതം നശിക്കപ്പെട്ടതാണ്. ഇതിൽ നിന്ന് പുറത്തു വരാൻ വളരെയധികം സമയമെടുക്കും. ഞാനീ പറഞ്ഞുകൊണ്ട് തന്നെ ഏകദേശം 2018 മുതൽ ഇവിടെ വരെ എത്തിയിട്ടും ഇപ്പോഴും എൻ്റെ ജീവിതത്തിൽ അതിൻ്റെ എഫക്റ്റ് ഉണ്ട്. അപ്പോൾ ഇത് ഒത്തിരി വർഷമെടുത്ത് മാറുന്ന ഒരു പ്രശ്നമാണ്. പക്ഷേ നിങ്ങളിപ്പോൾ ഒറ്റയ്ക്കല്ല. ദെയർ ഇസ് എ കമ്മ്യൂണിറ്റി ഫോർ യു. നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചതൊന്നും നിങ്ങളുടെ കുറ്റം കാരണമല്ല. നിങ്ങൾ നിങ്ങളെ തന്നെ ബ്ലെയിം ചെയ്യാതിരിക്കുക. ജീവിതം അവസാനിപ്പിക്കുക എന്ന് പറയുന്നത് ഒന്നിനും ഒരു സൊല്യൂഷൻ അല്ല. ഫൈറ്റ് ബാക്ക്. നിങ്ങളെ നശിപ്പിച്ചതിനെ, ആ ഒരു അന്ധവിശ്വാസത്തിനെ നിങ്ങളാൽ കഴിയുന്ന വിധം പുറത്തേക്ക് എക്സ്പോസ് ചെയ്യുക. നിങ്ങളെന്ന മനുഷ്യനെ അല്ലാതെ നിങ്ങളെ മറ്റ് എന്തോ ആയി കാണാൻ ആഗ്രഹിക്കുന്ന ആളാണ് നിങ്ങൾക്ക് ചുറ്റും ഉള്ളതെങ്കിൽ തീർച്ചയായും മനസ്സിലാക്കേണ്ട കാര്യം, അങ്ങനെയുള്ള വ്യക്തികൾ നിങ്ങളുടെ ജീവിതത്തിൽ ആവശ്യമില്ല. ഇനി ഇത് കാണുന്ന പെന്തക്കോസ്ത് വിശ്വാസികളോട് നിങ്ങളോടിത് പറഞ്ഞിട്ട് കാര്യമുണ്ടോ എന്നെനിക്കറിയില്ല. എങ്കിലും നിങ്ങൾക്ക് ചുറ്റുമുണ്ട് ഇതേപോലെ ഒട്ടനവധി ആളുകൾ. അവർക്ക് വിശ്വാസമില്ല എന്ന പേരിൽ അവരൊരു നീചനായോ വൃത്തികെട്ടയോ ഒരു മനുഷ്യനായി മാറുന്നില്ല. ദയവ് ചെയ്ത് കുറച്ച് മനുഷ്യത്വം, അനുകമ്പ എന്ന കാര്യങ്ങൾ കാണിക്കുക. നിങ്ങളുടെ വിശ്വാസത്തിൽ നിന്നും ഒരു വ്യക്തി പുറത്തു പോകുമ്പോൾ അവരെ ഒറ്റപ്പെടുത്തി കഴിഞ്ഞാൽ അവർ കുറച്ച് കഴിയുമ്പോൾ തിരിച്ചു വരാമെന്ന് നിങ്ങൾ വിചാരിക്കുന്നത് ഒരുപക്ഷെ അവരെ അവരുടെ ജീവിതം എടുക്കാൻ പ്രേരിപ്പിക്കുന്നതിന് ഏറ്റവും വലിയ കാരണമായി മാറാം. അതുകൊണ്ട് ദയവ് ചെയ്ത് മനുഷ്യരെ മനുഷ്യരായി കാണുക. അവർക്ക് വിശ്വാസമില്ലെങ്കിൽ അവർ വിശ്വസിക്കാതിരുന്നോട്ടെ. നിങ്ങളുടെ വിശ്വാസം നിങ്ങളുടെ കയ്യിലില്ലേ, അത് പിടിച്ചു വെച്ച് ജീവിച്ചോളൂ. ലീവ് ആൻഡ് ലെറ്റ് ലീവ്. സ്വയമേ ജീവിക്കൂ, മറ്റുള്ളവരെ ജീവിക്കാനും കൂടെ അനുവദിക്കൂ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.